നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ അന്തിക്കാട് സെന്റർ. അന്തിക്കാട് ഡയമണ്ട് സിറ്റിയിൽ വില കൊടുത്തു വാങ്ങിച്ച 15 സെന്റ് സ്ഥലത്ത് കിണർ നിർമ്മിക്കും. സെന്റർ ഒരാഴ്ച മുമ്പ് നടത്തിയ ഇഫ്താർ സംഗമത്തിൽ വെച്ച് അന്തിക്കാട് ഷാഹുൽ ഗ്രൂപ്പ് ഉടമ ഷാഹുൽ ഹമീദ് കിണർ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 1 ലക്ഷത്തിലേറെ രൂപ വേണ്ടിവരുന്ന കിണറിന്റെ നിർമ്മാണം 27 വെള്ളിയാഴ്ച രാവിലെ 7:30 നിർദ്ദിഷ്ട സ്ഥലത്ത് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ആരംഭിക്കുമെന്ന് സെന്റർ ഭാരവാഹികളായ പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ, സെക്രട്ടറി ശിവരാമൻ മാസ്റ്റർ, ട്രഷറർ വിജയൻ മാണിക്കോത്ത് എന്നിവർ അറിയിച്ചു. ഈ സംരംഭത്തിന് പിന്തുണ നൽകിയ ഷാഹുൽ ഗ്രൂപ്പ് ഉടമ ഷാഹുൽ ഹമീദിന്റെ കാരുണ്യപൂർവമായ ഇടപെടലിന് ആൽഫ ഡെയിലി ന്യൂസിന്റെ നന്ദി. ആൽഫ കമ്പാഷനേറ്റ് കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർമാരുടെയും കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരുടെയും യോഗം ആൽഫ എടമുട്ടം ഹോസ്പീസിൽ നടന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിൽ SAPC സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാബിൻ ബേബി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് വരുന്ന മാസങ്ങളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി പ്രവർത്തന രേഖ ഉണ്ടാക്കി. ആൽഫയുടെ ഓരോ സെന്ററിന് ചുറ്റും 20 SAPC ക്ലബ്ബുകൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനും 25,000 വിദ്യാർത്ഥികളെ പാലിയേറ്റീവ് കെയർ പരിശീലനം പൂർത്തിയാക്കി സാമൂഹ്യ മാറ്റം നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ മേഘ്ന അനിൽകുമാർ, വിസ്മയ വേണുഗോപാൽ, അനിൽ മോഹൻ, ഗൗരി കൃഷ്ണ, ഗൗരി സ്വപ്ന തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ ആശിഷ് കെയർ ഹോം അംഗമായ ശരത് ചെമ്പകശ്ശേരി ആലപ്പാട് മടത്തുംപടി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഗാനാർച്ചന നടത്തി. പരിപാടിയുടെ സമാപനത്തിൽ ഭാരവാഹികൾ ശരത്തിനെ മെമന്റോ നൽകി ആദരിച്ചു. ആൽഫ കൊല്ലം സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഉദ്ദേശിച്ച് സംഘടിപ്പിക്കുന്ന ആലോചനാ യോഗം നാളെ നടക്കും. കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ പ്രവർത്തനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും സന്നദ്ധ പ്രവർത്തകരുടെ പുതിയ നിര കെട്ടിപ്പടുക്കാനും ഉദ്ദേശിച്ച് നടത്തുന്ന യോഗം രാവിലെ 10:30 കൊയിലോൺ ലയൺസ് ക്ലബ് ഹാളിലാണ് നടക്കുകയെന്ന് സെന്ററിന്റെ ഉപദേശക സമിതി ചെയർമാൻ സലീം നാരായണൻ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.